എന്തെങ്കിലും ഒരു സാധനം ഇരുന്ന ഇരിപ്പിൽ ഞാൻ അങ്ങനെ വെക്കാൻ സമ്മതിക്കാറില്ലല്ലോ. ചെടികൾക്കൊക്കെ ഒന്ന് മാറ്റം വരുത്താനാണ്. അങ്ങനെ മാറ്റാൻ നോക്കുമ്പോഴാണ് നീരപ്പം കുറച്ച് ദിവസമായിട്ട് പറയണതിൽ നിറച്ച് മഞ്ഞലകളാണ്. അപ്പൊ അവനെ കൊണ്ട് തന്നെ അത് വെട്ടിയെടുപ്പിച്ചു. അത് അപ്പുറത്ത് കൊണ്ട് വെക്കുമ്പോ അതാ നീരപ്പം നല്ല കളിയാണ് കേട്ടോ. എന്ത് സാമ്പാടാ തോന്നുന്നു ഉണ്ടാക്കണത്. ഞാൻ മണി പ്ലാന്റിനെ അങ്ങോട്ട് മാറ്റിയിട്ടേ ബാക്കി സ്ഥലമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തു. നല്ല വെയിലടിക്കണോണ്ടേ നമ്മുടെ ചെടികൾ അധിക ദിവസം ഒന്നും ഇങ്ങനെ വെക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോഴേക്കും മഞ്ഞലകളാവും. അതുകൊണ്ട് ഞാൻ തണലത്തേക്ക് എടുത്ത് വെച്ചിട്ട് ഇനി വെയിൽ തട്ടാനുള്ള ചെടികളിലേക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്ന് വെക്കാണ് കേട്ടോ. അതായത് ചട്ടിയിൽ ഇങ്ങനെ തടഞ്ഞു വെക്കില്ലേ വെള്ളം, ആ വെള്ളം ഒന്ന് വെറ്റാൻ വേണ്ടിയിട്ട് വെയിലത്ത് കൊണ്ടുവന്ന് വെക്കൂട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറ്റി മാറ്റി വെക്കാറുണ്ട്. അങ്ങനെ ഈ ചെടീനെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചപ്പോൾ എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. പിന്നെ ഞാൻ ഇങ്ങോട്ട് ഇപ്പുറത്തേക്ക് മാറ്റി വെക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കുറേ മഞ്ഞലകൾ റീലും കണ്ടു. അപ്പോൾ അതൊക്കെ ഒന്ന് വെട്ടിക്കളഞ്ഞിട്ടാ പിന്നെ ഡയറക്ഷൻ മാറ്റി വെച്ചത്. അതിൻ്റെ ഉള്ളിൽ ഒച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ഇപ്രാവശ്യം ഒന്നും ഉണ്ടായില്ല, മഴയൊക്കെ കുറഞ്ഞല്ലോ. ചെടികളിനൊക്കെ ഒന്ന് നനച്ചെടുത്തപ്പോഴാണ് പുറത്തെ പുല്ലുകളൊക്കെ കണ്ടത്. എന്നാൽ പിന്നെ ഞാൻ എൻ്റെ ടൂൾസൊക്കെ എടുത്തിട്ട് പുല്ല് മാന്തി കളഞ്ഞാലോ വെച്ചിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ അധികമൊന്നുമില്ല, എന്നാലും കാണുമ്പോൾ വൃത്തികേട്ടുള്ള പോലെ ഉണ്ട്. എന്നാൽ പിന്നെ അതൊന്നും മാന്തി എടുത്തു കഴിഞ്ഞാൽ വലിയ പണിയൊന്നും ഇല്ലല്ലോ. അതിനിടയിൽ നീരപ്പന് ഒരു പണി കൊടുത്തു. അവൻ്റെ വെള്ള ഷൂവും ക്രോക്സൊക്കെ ഒന്ന് പോയി കഴുകാൻ പറഞ്ഞു. അങ്ങനെ ഞാനും അവനും കൂടെ അക്കരി നിന്ന് നല്ല പണികൾ തുടരെ തന്നെയാണെന്നു കേട്ടോ. സ്ഥിരം പറയാറുള്ള പോലെ തന്നെ അവിടെ പട്ടിയും പൂജയൊക്കെ വൃത്തികേടാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ അതിനെ കല്ലെറിയണ കാര്യം പറഞ്ഞപ്പോൾ സബ്സ്ക്രൈബർ തന്നെ ഒരാൾ വന്ന് അങ്ങനെയൊന്നും പറയരുത്, അവർക്ക് അതൊന്നും അറിയില്ലല്ലോ എന്ന് പറഞ്ഞു. സത്യം തന്നെയാണ്, പക്ഷെ നമുക്കിതൊക്കെ കാണുമ്പോൾ എന്താ ഇടങ്ങടാവുക, ആ ഒരു ഇതിൽ പറഞ്ഞതാണ്. വർക്കെല്ലാം ഒന്ന് ഒതുങ്ങിയപ്പോൾ ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി നീരപ്പൻ ഒന്ന് പോയി ഒരു ഷൂ കഴുകാൻ സഹായിച്ചു കൊടുത്തേ. പിന്നെ വീണ്ടും എടുക്കണ ചപ്പും ചവടും പുല്ലും എല്ലാം കൂടെ അടിച്ചു വാരി എടുത്തു. കാര്യത്തിരി പണിയുണ്ടായിരുന്നു കേട്ടോ. എനിക്കായാലും നീരപ്പനായാലും. കാരണം നല്ല പോലെ ഉള്ളിൽ പുല്ലുള്ളതുകൊണ്ടേ കൈ കൊണ്ട് വലിച്ചെടുക്കേണ്ടി വന്നിരുന്നു. എൻ്റെ ഇടയിൽ ചിഞ്ചൊക്കെ വരുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ഇത്തിരി വർത്താനം പറഞ്ഞു. നീരപ്പൻ്റെ എൻ്റെ പണി കഴിഞ്ഞപ്പോൾ മെല്ലെ കയ്യും കാലൊക്കെ കഴുകി ഉള്ളിലോട്ട് കയറിട്ടോ. സാധനം നമ്മുടെ മുറ്റം ഇങ്ങനെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കാണുമ്പോൾ തന്നെ ഒത്തിരി സന്തോഷമായി. വിറ്റമിൻസൊക്കെ കുറവുള്ളതുകൊണ്ട് ഞാൻ നെല്ലിക്കൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. നീരപ്പനോട് ഉപ്പും കൂട്ടി കഴിച്ചോളാൻ പറഞ്ഞു. കുട്ടിക്ക് വലിയ ഇഷ്ടമായിട്ടൊന്നും ഇല്ല, എന്നാലും ഞാൻ നിർബന്ധിച്ച് കഴിപ്പിക്കുക. അതിൻ്റെ ഇടയിൽ നമ്മുടെ ചായയൊക്കെ തിളച്ചു. ചായ ഇത്തിരി ചൂട് കുറയാൻ വെക്കുമ്പോഴേക്കും നമ്മൾ വേഗം അടിച്ചു വരാൻ നിന്നു. കാരണം സന്ധ്യ ആവാറായിട്ടുണ്ട്, 6 മണി ആവാറായിട്ടുണ്ട്. എന്നാൽ പിന്നെ വിളക്ക് വെക്കണമല്ലോ. നമ്മുടെ തല കാണാല്ലേ, അതുകൊണ്ട് നീരപ്പം ഫോണൊക്കെ പൊക്കി വെച്ച് എനിക്ക് വീഡിയോ ഒക്കെ എടുത്തു തന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ ചായയും ചിപ്സൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാൻ എന്താ അത് കൊണ്ടുവച്ച് അവിടെ ഇരുന്ന് കുത്തിരുന്ന് കഴിച്ചു കേട്ടോ. ഒരാൾ ഇത്തിരി മേലെങ്കിൽ പണിയെടുത്തോണ്ടാണോ എന്ന് അറിയില്ല, നല്ല വിശപ്പുണ്ടാണെന്നോ, അതുകൊണ്ട് തന്നെ ഇരുന്ന് കഴിച്ചു. അത് കഴിഞ്ഞ് വേഗം പോയി മേല് കഴുകി ചടപടയെ വെച്ച് വന്നു. പിന്നെ നമ്മൾ വിളക്ക് വയ്ക്കാൻ നിന്നു. സാധാരണ ഒരു 5:30 നീച്ചുവിനോടെ പോയി വന്നിട്ടാട്ടോ വിളക്ക് വയ്ക്കാൻ നിൽക്കാറ്. ഇന്ന് പിന്നെ വിളക്ക് വെച്ചിട്ട് അങ്ങോട്ട് പോവാന്ന് വെച്ച്. കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. എന്തായാലും വിളക്ക് വയ്ക്കാൻ നിൽക്കുമ്പോൾ നീരപ്പം ഓടി വരും കേട്ടോ. ചന്ദനത്തിരി ഞാൻ കത്തിക്കാൻ അമ്മയെ പറഞ്ഞിട്ട്. അപ്പൊ കിണ്ടിയിൽ വെള്ളം നടക്കലും ചന്ദനത്തിരി കത്തിക്കലൊക്കെ അവന്റെ ഡ്യൂട്ടിയാണ്. അപ്പൊ അവൻ ആ പണി തുടർന്നു. അങ്ങനെ ആ തൂക്കുവിളക്കൊക്കെ കത്തിച്ച് നിൽക്കുമ്പോൾ നീരപ്പം ഓടി വന്നു കേട്ടോ. നാമഞ്ചൊല്ല അവന് ഭയങ്കര ഇഷ്ടമാട്ടോ. അങ്ങനെ വിളക്ക് വയ്ക്കുമ്പോൾ നാമഞ്ചൊല്ലായിരിക്കും. നാമഞ്ചൊല്ലി നേരെ നിച്ചുണ്ടാക്കി പോയി അവരവിടെ വെടി വെച്ച് കളിക്കായിരുന്നു കേട്ടോ. നല്ല കളിയാണ്. ഇരിക്കുമ്പോഴാണ് നമ്മുടെ നൗഫ് നല്ല അടിപൊളിയായിട്ട് മൈലാഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നേ. അതും കൂടി കണ്ടിട്ട് നമ്മൾ മെല്ലെ ഇറങ്ങി. അപ്പൊ അടുത്ത വീഡിയോയിലാണ്.